അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് പനി വന്ന് നമ്മുടെ ഏഞ്ചൽ മോൾ അവിടെ അഡ്മിറ്റാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇന്ന് ആ സുദിനം കടന്നു വന്നിരിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കൽ മഹോത്സവം. സയാനും മേഡുവിനും ഷാനുവിനൊക്കെ ഇന്ന് പുത്തെടുപ്പിട്ട് സ്കൂളിലേക്ക് വണ്ടി കയറേണ്ടതാണ്. സയാനാണെങ്കിൽ pre-KG കഴിഞ്ഞ് ഇക്കൊല്ലം LKGയിലേക്ക് പ്രമോഷൻ കിട്ടി പുതിയ സ്കൂളിലോട്ട് പോവാണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ 2 പേരെയും സ്കൂളിലാക്കാനുള്ള ദൗത്യവുമായി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വണ്ടി വിട്ടു. ഞാൻ ഈ മൂക്ക് പൊത്തി പിടിച്ചിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടാ, ഊബറിലാണ് പോണത്. എനിക്കാണെച്ചാൽ എല്ലാ വണ്ടികളിലെയും എയർ ഫ്രഷ്നറിൻ്റെ മണമൊന്നും ഇഷ്ടമില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത പണി. സ്കൂളിലേക്ക് കൊടുക്കാനുള്ള ബയോഡേറ്റയിൽ ഫോട്ടോ ഒട്ടിക്കണം. കയ്യിൽ നോക്കിയപ്പോൾ ഒരു ഫോട്ടോ പോലും ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് ഒരൊറ്റ ഓട്ടോ ഓടി. ഫോട്ടോയൊക്കെ അപ്പടി ഒപ്പിച്ചെടുത്ത് പാഞ്ഞ് വീട്ടിൽ വന്നു കേട്ടാ. പിള്ളേരൊക്കെ കുളിപ്പിച്ച് സുന്ദരകുട്ടന്മാരാക്കി ഞങ്ങൾ സ്കൂളിലേക്ക് വെച്ചു പിടിച്ചു. ഞാനും തക്കുടും കൂടിയാണ് കേട്ടോ അവരെ കൊണ്ടുപോയത്. 2 പേരും ഒരേ സ്കൂളിൽ LKGയിലാണ്. പക്ഷെ അടി ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ക്ലാസ്സിലാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ പുതിയ പിള്ളേർക്ക് വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫ്ലവർ ഡിസൈനിലുള്ള വിഷറിയും കളിപ്പാട്ടമൊക്കെ തന്നു. അതുകൊണ്ട് പിള്ളേർ ഹാപ്പി. 9:30 എത്താൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ ഹാജരായിട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷെ ചതിച്ചു ഗൈസ്, പുള്ളിക്കാരൻ എന്തോ തിരക്കായതുകൊണ്ട് വരാൻ വൈകിന്നല്ല, എത്തിയില്ല. അവസാനം 10:30 ഉദ്ഘാടനം തുടങ്ങി. ചേട്ടന്മാരുടെ വക ഒരു മാസ ബാൻഡ് സെറ്റൊക്കെ ആയിട്ടാട്ടാ പിള്ളേരെ ഓഡിറ്റോറിയത്തിലേക്ക് അനയിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞതും പിന്നെ പിള്ളേരുടെ തകർപ്പൻ ഡാൻസും കലാപരിപാടികളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഹെഡ് മിസ്റ്റർ വന്ന് സ്കൂളിലെ നിയമങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുത്തു. പിന്നെ LKG പിള്ളേരെയും പേരൻസിനെയും മാത്രം വേറെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിരുത്തി ടീച്ചർമാരൊക്കെ വന്ന് പഠന രീതിയെക്കുറിച്ചും സ്കൂളിൽ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തു വിടണം എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ 12 മണിയായോടെ മീറ്റിങ്ങിന് ഒരു തീരുമാനമായി. അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് പിള്ളേരുടെ യൂണിഫോം ഒപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടുവിട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ? അടുത്ത വീഡിയോയിൽ കാണും. ബൈ ബൈ.